ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്ന കൃഷി കരച്ചിലെല്ലാം അവസാനിപ്പിച്ച് രാവിലെ എഴുന്നേറ്റിരിക്കുകയാണ്. തുറന്ന് കൃഷി അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ദേവ്ജി 2 ചായയുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. തുറന്ന് ദേവ്ജി പിന്നെ കൃഷിയുമായിട്ട് വിശേഷങ്ങളെല്ലാം ചോദിച്ചറിയുകയാണ്. തുറന്ന് ദേവ്ജി പിന്നെ കൃഷ്ണനോട് ഇവിടെ ഞാൻ ഒരു ഏകാന്ത ജീവിതമാണ് അഭിനയിച്ച് തീർക്കുന്നതെന്ന് പറയുകയാണ്. എനിക്ക് വേണ്ട ചായയും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്, ഞാൻ തന്നെ അത് ഒറ്റയ്ക്ക് കഴിക്കും, അതുകൊണ്ട് ഇവിടെ ആർക്കും യാതൊരു പരിഭവവുമില്ല. ഇപ്പോൾ നീ ഈ വീട്ടിൽ വന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ നിനക്ക് ഉണ്ടാക്കി തരുന്നത് ചിലപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നിരിക്കാം, അതുകൊണ്ട് നമുക്ക് കാര്യം ചെയ്താലോ, നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ കൃഷാകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ അത് കണ്ട് കൃഷ്ണനോട് പിന്നെ ദേവ്ജി നിനക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കൃഷ് ദേവ്ജിക്ക് എന്റെ സങ്കടം അറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. തുറന്ന് കൃഷി പിന്നെ കൺമണിയുടെ കാര്യത്തെ കുറിച്ച് ചോദിക്കുകയാണ്. കൺമണിയുടെ അച്ഛനും എപ്പോഴാണ് പോയതെന്ന് ചോദിക്കുകയാണ്. ഞാൻ കാരണം അവർ ഒരുപാട് വിഷമിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ദേവ്ജി പിന്നെ കൃഷ്ണനോട് സ്നേഹമുള്ളിടത്ത് വിഷമം ഉണ്ടാകുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ വിഷമിച്ച് പിന്നെ സാഗറിനെ കുറിച്ച് പറയുകയാണ്. ഇതുപോലെ എൻ്റെ അച്ഛനും ഒരുപാട് സങ്കടമായി കാണുമല്ലേ എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ദേവ്ജി അത് പിന്നെ ഇല്ലാതിരിക്കുമ്പോൾ സാഗറിന് നീ എന്ന് പറഞ്ഞാൽ ജീവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാഗറിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ കൃഷി വേണ്ട ദേവ്ജി, ആ ടോപ്പിക്ക് നമുക്ക് ഇനി സംസാരിക്കേണ്ട, നമുക്കത് വിടാമെന്ന് പറയുകയാണ്. തുടർന്ന് ദേവ്ജി പിന്നെ കൃഷിയോട് ആയിക്കോട്ടെ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്ത് നീ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി വാ, എന്നെ അടുക്കളയിൽ സഹായിക്കാൻ നീയും കൂടി ഉണ്ടായിരിക്കണം. നീ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നാലേ നിന്റെ മനസ്സിലെ വിഷമങ്ങളൊക്കെ നീ കുറച്ചു നേരമെങ്കിലും മറക്കൂ. തുറന്ന് കൃഷി ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. തുറന്ന് കാണിക്കുന്നത് സുജാതിയാണ്. സുജാതിയും വിഷമമെല്ലാം മാറ്റി ഫ്രഷായി വന്നിരിക്കുകയാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൃപ വന്ന് കൃപ അമ്മയെ വിളിക്കുകയാണ്. അമ്മേ വാ നമുക്ക് പോകാം, നമുക്ക് ചേട്ടനെ കൈയോടെ കൂട്ടിക്കൊണ്ടുവരാം, നമുക്ക് എല്ലാവർക്കും ചേർന്ന് ചേട്ടനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറയുകയാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ആന്റിയമ്മ വരികയാണ്. തുറന്ന് കൃപ ആന്റിയമ്മയെ വിളിക്കുകയാണ്. ആന്റിയമ്മ ഞങ്ങൾക്കൊപ്പം വാ എന്ന് പറയുമ്പോൾ ആന്റിയമ്മ അയ്യോ മോളെ ഞാൻ വരുന്നില്ല, നിങ്ങൾ തന്നെ പോയി കൃഷ്ണനെ കൂട്ടിക്കൊണ്ട് വന്നാൽ മതി എന്ന് പറയുകയാണ്. തുടർന്ന് സുജാത പിന്നെ കൃപയോട് നീ ഒന്ന് അടങ്ങി നിൽക്കുക, ഞാൻ ഇതൊക്കെ ഒന്ന് ശരിയാക്കി വെക്കട്ടെ എന്നിട്ട് വരാമെന്ന് നല്ല സന്തോഷത്തോടു കൂടി പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് സാഗർ വരികയാണ്. നല്ല സങ്കടത്തോടു കൂടിയാണ് സാഗർ വരുന്നത്. എന്നാൽ സാഗറിന്റെ ആ വരവ് കാണുമ്പോൾ തന്നെ എന്തോ ഒരു പന്തികേട് അവിടെ എല്ലാവർക്കും തോന്നുകയാണ്. തുടർന്ന് സുജാത പിന്നെ സാഗറിനോട് ബലരാമനെ കുറിച്ച് ചോദിക്കുകയാണ്. ബലരാമൻ എവിടെയെന്ന് ചോദിക്കുകയാണ്. എന്നാൽ ആ ചോദ്യം കേട്ട് ഉത്തരം പറയാൻ സാധിക്കാതെ സാഗർ നിന്ന് തപ്പി തടയുകയാണ്. തുടർന്ന് സാഗർ പിന്നെ സുജാതിയോട് ബലരാമൻ അത്യാവശ്യമായിട്ട് എങ്ങോട്ടോ പോയിരിക്കുകയാണ്, എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്നോട് പറഞ്ഞില്ല എന്ന്. പക്ഷെ സാഗറിന് ബലരാമൻ പറഞ്ഞ കാര്യം സുജാതിയോട് പറയാൻ സാധിക്കുന്നില്ല. തുടർന്ന് സുജാത വീണ്ടും സാഗറിനോട് ബലരാമൻ എങ്ങോട്ടാണ് പോയതെന്ന് ബലരാമൻ പറയാതിരിക്കില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. തുറന്ന് സാഗർ എനിക്കറിയില്ല സുജാതയെ, ബലരാമൻ എങ്ങോട്ട് അത്യാവശ്യമായി പോകണമെന്ന് പറഞ്ഞു, എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എനിക്കറിയില്ല. തുറന്ന് സുജാത എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ബലരാമനെ ഫോൺ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്തിട്ട് സുജാത അവിടുന്ന് പോവുകയാണ്. തുടർന്ന് സുജാത അവിടുന്ന് പോയ ശേഷം ആന്റിയമ്മയും കൃപയും സാഗറിനോട് ബലരാമൻ എങ്ങോട്ടാണ് പോയതെന്ന് ചോദിക്കുകയാണ്. എന്താണ് നിന്റെ മുഖത്തൊരു വിഷമം, എന്തോ ഒന്നുണ്ടല്ലോ, എന്താണെങ്കിലും ഞങ്ങളോട് പറയാൻ ആവശ്യപ്പെടുകയാണ്. എന്നാൽ അത് കേട്ട് സാഗർ അവരോട് എനിക്കറിയില്ല, ബലരാമൻ അത്യാവശ്യമായിട്ട് എങ്ങോട്ടാ പോകണമെന്ന് പറഞ്ഞു, ബലരാമൻ പോയി, ഞാൻ ബലരാമനെയും കൂട്ടിക്കൊണ്ട് പുറത്തു പോയതാണ്, അപ്പോഴാണ് ബലരാമൻ്റെ ഒരു കോൾ വന്ന് ബലരാമൻ പോയത്, അതല്ലാതെ എനിക്ക് മറ്റൊന്നും അറിയില്ല എന്ന് പറയുകയാണ്. തുറന്ന് കൃപ പിന്നെ സാഗറിനോട് അച്ഛ വാ നമുക്ക് ചേട്ടനെ കൃഷ്ണ കൂട്ടിക്കൊണ്ട് വരാൻ പോകാമെന്ന് പറയുമ്പോൾ സാഗർ ആയിക്കോട്ടെ നമുക്ക് എല്ലാവർക്കും ചേർത്ത് കൃഷ്ണ കൂട്ടിക്കൊണ്ട് വരാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് സാഗർ അവിടുന്ന് പോവുകയാണ്. തുറന്ന് സുജാത അങ്ങോട്ടേക്ക് വരികയാണ്. ബലരാമനെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതിന്റെ ഒരു വിഷമം സുജാതയുടെ മുഖത്തോട്ട്. തുറന്ന് കൃപ പിന്നെ അമ്മയോട് വാ അമ്മേ നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ സുജാത നല്ല ഗൗരവത്തിൽ ഇല്ല ഞാൻ വരുന്നില്ല, ബലരാമൻ വരാതെ, ബലരാമൻ എവിടേക്കാണ് പോയതെന്ന് അറിയാതെ ഞാൻ എങ്ങോട്ടും ഇല്ല എന്ന് പറയുകയാണ്. ഇത് മറ്റെന്തോ പ്രശ്നം തുടങ്ങാൻ പോകുന്നു എന്ന് എന്റെ മനസ്സ് പറയുന്നു. ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും അവസാനിക്കുന്നില്ലല്ലോ ഈശ്വര. തുറന്ന് കാണിക്കുന്നത് കൃഷും ദേവ്ജിയും കൂടി അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ്. പുട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ ഈ സമയത്ത് കൃഷി അവിടെ വെട്ടിയിട്ട വാഴ പോലെ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്, യാതൊരു ഇൻട്രസ്റ്റും ഇല്ലാതെ. നല്ല സങ്കടത്തിൽ തന്നെയാണ് കൃഷി ഇപ്പോഴും നിൽക്കുന്നത്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൺമണി വരികയാണ്. കൺമണിയെ കണ്ട് കൃഷിന്റെ മുഖത്തൊരു പ്രസരിപ്പ് വരികയാണ്. തുറന്ന് കൃഷിനോട് പിന്നെ കൺമണി സാർ എപ്പോഴാണ് എഴുന്നേറ്റെന്ന് ചോദിക്കുകയാണ്. നന്നായി ഉറങ്ങിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. തുറന്ന് കൺമണി അടുക്കളയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി അത് ശരി നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണല്ലേ എന്ന് ചോദിക്കുകയാണ്. തുറന്ന് ദേവ്ജി തലക്കനൊക്കെ വെച്ച് നെഞ്ചും പിരിച്ചുകൊണ്ട് അതെ. തുറന്ന് കൺമണി പിന്നെ ദേവ്ജിയെ കുറിച്ച് എൻ്റെ മനസ്സിലൊരു പിക്ചർ ഉണ്ടായിരുന്നു, ഓഫീസ് വിട്ടാൽ ദേവ്ജി വല്ല ആശ്രമത്തിലായിരിക്കുമെന്നാണ് ഞാൻ ആദ്യമൊക്കെ കരുതിയത്. എന്നാൽ അത് കേട്ട് ദേവ്ജി ഒന്ന് ചിരിച്ചുകൊണ്ട് തന്റെ ഡെയിലി റൂട്ടീൻ കൺമണിയോട് പറയുകയാണ്. ഓഫീസ് വിട്ടാൽ ഒരു വായനശാല, അത് കഴിഞ്ഞാൽ വീട്, വീട്ടിലെത്തി കഴിഞ്ഞാൽ അതെന്റെ സാമ്രാജ്യമാണ്, അവിടെ ഞാൻ തന്നെയാണ് സകല പാചകവും എല്ലാം. എന്നാൽ അപ്പോഴും കൃഷ്ണ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് കണ്ട് ദേവ്ജിയും കൺമണിയും കൂടി വീണ്ടും കൃഷ്ണനെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും മോട്ടിവേറ്റ് ചെയ്യുകയാണ്.
തുടർന്ന് ദേവ്ജി പിന്നെ കൺമണിയോടും കൃഷ്ണയോടും നമുക്കൊരു കാര്യം ചെയ്താലോ, ഈ വീട്ടിൽ നമുക്കൊരു പുതിയ നിയമം പാസ്സാക്കിയാലോ, ഈ വീട്ടിൽ ഇനി ആരും വിഷമിക്കാൻ പാടില്ല, സങ്കടത്തോടുകൂടി ഈ വീട്ടിൽ ആരും നിൽക്കാൻ പാടില്ല എന്ന് പറയുകയാണ്. എന്നുള്ളത് കേട്ട് കൺമണിയും കൃഷ്ണക്കൊന്ന് ചിരിച്ചു നിൽക്കുകയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.